ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് അതിലെ രണ്ടാമത്തെ യൂണിറ്റായ വിൻസ് ഓഫ് ചേഞ്ച്. അതിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ ദ ടോയ്ലറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടോയ്ലറ്റ് എന്ന ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ആൻഡ് ആൻസേഴ്സ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും അടങ്ങുന്ന ഇന്നത്തെ ക്ലാസ് ആരും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ദ ടോയ്ലറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് ലെറ്റ്സ് റിവൈൻഡ് ആണ്. ലെറ്റ്സ് റിവൈൻഡ് എന്ന ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത് റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം വരുന്നത് ദ പബ്ലിക് ടോയ്ലറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ടേൺഡ് ഔട്ട് ടു ബി എ യൂസ്ഫുൾ ആൻഡ് വാല്യൂബിൾ ലൊക്കേഷൻ ഫോർ ദ നറേറ്റർ. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് നമ്മുടെ ആ ഒരു നറേറ്ററിന് വളരെ യൂസ്ഫുൾ ആൻഡ് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഉത്തരം: The narrator was living in her sister's room secretly. When she got a job in a factory, she had to leave the house before 5:30 in the morning, not to be noticed by the whites in the house. The bus to the factory was at 7:30, so she had nearly 2 hours to spend. The public toilet was always open, and in winter it was warmer inside it. Sitting on the lid of the toilet, she could read anything she liked till it was time for the bus. സോ ഇതിൻ്റെ മലയാളമൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീണ്ടും മലയാളം എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല, അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം: ദ നറേറ്റർ ഡിഡ് നോട്ട് ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം ഹർ ഫാമിലി ഇൻ ബിക്കമിങ് എ റൈറ്റർ. ഈ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് റിയലി നെസസറി ടു അക്കംപ്ലിഷ് വൺസ് ഡ്രീം? ഡിസ്കസ്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നറേറ്ററിന് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ലഭിച്ചിട്ടില്ല. ഒരു എഴുത്തുകാരി ആവാൻ അവർക്ക് ഒരു സപ്പോർട്ടും ലഭിച്ചിട്ടില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ആവശ്യമാണോ ഒരാൾക്ക് അയാളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്നതാണ് ഡിസ്കസ്. സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ആർ റിയലി നെസസറി ടു അക്കംപ്ലിഷ് വൺസ് ഡ്രീം. അപ്പോൾ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും എല്ലാം വേണം ഒരാൾക്ക് അയാളുടെ ഡ്രീം പെർസ്യൂ ചെയ്യാൻ. ഇൻ ദ കേസ് ഓഫ് ദ റൈറ്റർ, ഷി ഡിഡ് നോട്ട് ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം ഹർ ഫാമിലി. Her mother even complained that the money spent on the education of the writer was a waste. The writer's mother wanted her to be a teacher or a nurse, but the writer wanted to do something different, a writer or an actor. So she had to go to Orange Grove, where her sister worked as a domestic worker in a white family and had to live secretly in the back room given to her sister. If her family had given her support, she would not have suffered so much. It is support and encouragement from the family that help us realize our dreams. സോ ഇവിടെ നമ്മുടെ ഈ റൈറ്റർക്ക് ഒരു സപ്പോർട്ടും ലഭിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്, അവരുടെ അമ്മയിൽ നിന്ന് ഒന്നും, അല്ലേ? അതുകൊണ്ടാണ് സിസ്റ്റർ ഒരു വെള്ളക്കാരൻ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലാണ് ജോലി ചെയ്യണത്. അവരുടെ അവിടെ പോയി ആ ഒരു ഹൈഡ് ചെയ്തിട്ട് സീക്രട്ടായിട്ട് ജീവിച്ച് വേറൊരു ജോലി ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇവരെന്ത് ചെയ്തത്, ഇവരുടെ ഡ്രീം പർസ്യൂ ചെയ്യുന്നത്. സോ നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ആവശ്യമാണ് എന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം: ബിറ്റർ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ് മോൾഡഡ് ദ റൈറ്റർ. ഡു യു എഗ്രി? സ്റ്റേറ്റ് യുവർ റീസൺസ്. അപ്പോൾ ബിറ്റർ എക്സ്പീരിയൻസസ് ആണ് ഈ പറയുന്ന മോൾപ്പിനെ എന്ത് ചെയ്തത്, ആ ഒരു റൈറ്റർ ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ബിറ്റർ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ് മോൾഡഡ് മോൾപ്പ് ദ റൈറ്റർ. ഷി വാസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഹർ ഫാമിലി ഇൻ അക്കംപ്ലിഷിംഗ് ഹർ ഡ്രീം. She had to live with her sister, who was a domestic worker in a white family. She had to live secretly in her sister's back room. She could not put the light on when she wanted. In the beginning, she was locked up in the room. When she got a job, she had to be away from the premises by 5:30 with her shoes in the bag. She could wear them only when she was safely away from the house. Then she spent hours in the public toilet to be safe from the bitter cold.
സോ കൈപ്പേറിയ അനുഭവങ്ങൾ അവരെ അങ്ങനെയാണ് സഹായിച്ചത്. അടുത്ത ചോദ്യം വരുന്നത്, ദ നറേറ്റർ വാസ് ഓൾവേസ് എക്സൈറ്റഡ് ടു ഗോ ടു ദി പാർക്ക് ആൻഡ് ഓക്യുപ്പൈ ദ ടോയ്ലറ്റ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരം. ദ നറേറ്റർ വാസ് ലിവിംഗ് സീക്രട്ട്ലി ഇൻ ദ ബാക്ക് റൂം ഓഫ് ഹർ സിസ്റ്റർ ഹു വാസ് എ ഡൊമസ്റ്റിക് വർക്കർ ഇൻ എ വൈറ്റ് ഫാമിലി. ടു എസ്കേപ്പ് നോട്ടീസ് ബൈ ദ വൈറ്റ് ഷീ ഹാഡ് ടു ബി away from the premises by 5:30. The bus to reach the factory where she worked was available. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. Okay, was available only at 7:30. She had to pass nearly 2 hours. In the winter, it was very cold and she would suffer a lot. If she spent time in the open, the toilet protected her from the rains and cold winds. Moreover, she could sit on the lid of the toilet and read the magazines or newspapers. Naturally, she was excited to go to the park and occupy the toilet. Fifth question, how did the narrator adapt to the fact that the toilet was not hers? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോയ്ലറ്റ് അവരുടേത് അല്ല എന്ന് ഫാക്ട് നറേറ്റർ അക്സെപ്റ്റ് ചെയ്യണ ആ ഒരു സമയമുണ്ട്, ഒരു അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതെന്തായിരുന്നു? ദ നറേറ്റർ യൂസ് ടു സ്പെൻഡ് നിയർലി 2 hours every day in the public toilet, enjoying the warmth and the privacy there. She could sit there and read magazines or newspapers or whatever she wanted. She had come to imagine that the toilet was hers. One day she found the door had been painted. There was a new window pane in place of the broken one. Later one day, when she wanted to sit in the toilet and write a story about an incident that happened in her office, she found the door of the toilet was locked and she could not enter it. Then she realized that the toilet was not hers. ഒരു ദിവസം അവിടെ ഇരുന്നൊരു സ്റ്റോറി എഴുതാന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്ന സമയത്ത് അത് അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അത് അവരുടേതല്ല എന്ന ബോധ്യം വരും. നെക്സ്റ്റ് ആറാമത്തെ, റീഡ് ദ സ്റ്റോറി അഗൈൻ ആൻഡ് ഫിൽ അപ്പ് ദ ബോക്സ് അഗൈൻ ആണ്. വേസ് ഓഫ് പാസിംഗ് ലെഷർ ടൈം ആണ്. ഇതിൽ മാഡം, ദ നറേറ്റർ, മൈസെൽഫ്. അപ്പോൾ മാഡം പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ്, ലൈയിങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. നറേറ്റർ ആണെങ്കിലോ റീഡിങ് വേരിയസ് തിങ്സ്, റൈറ്റിംഗ് സ്റ്റോറീസ് ആൻഡ് പോയംസ്, ഡേ ഡ്രീമിങ്. റീഡിങ് ഫേവറേറ്റ് ഓതേഴ്സ്, വാച്ചിങ് മൂവീസ്, ടോക്കിംഗ് ആൻഡ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാട്ടോ. വാച്ചിങ് മൂവീസൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് ആണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. യു വിഷ് ടു സെൻഡ് എൻ ഇമെയിൽ ടു മ്ലോപ്പ്, ദ ഓതർ ഓഫ് ദ ടോയ്ലറ്റ്, കൺഗ്രാജുലേറ്റിംഗ് ഹെർ ഓൺ ഹെർ അച്ചീവ്മെൻറ്റ്സ്, ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. അപ്പോൾ ഈ ഓതറിനെ നിങ്ങളൊരു അച്ചീവ്മെൻറ്റിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ എഴുതുകയാണ്. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഡിയർ മാഡം ലോപ്പ്, I am writing this mail to congratulate you on your achievements. I read the toilet and noticed how much you suffered and sacrificed to fulfill your dream. The negative attitude of your family members did not prevent you from doing things the way you wanted. You had to live in secret with your sister and spend hours in the public toilet reading and writing. But all your pains have been well rewarded. From 2019 onwards, your birthday is recognized as National Storytelling Day in South Africa, and you have received honorary doctorates from 7 universities across the world. You are a real inspiration for young people like me. Congratulations to you once again, Reshma. Okay, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാട്ടോ ഇതിൽ. അടുത്തത്, the pain you feel tomorrow is the strength you have today is the strength you have tomorrow. How far is this true in Mlop's life? Attempt a write-up on how our personal struggles shape our future in the light of your reading of the toilet. ഈ ചാപ്റ്റർ വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെയാണ് നമ്മളുടെ ഫ്യൂച്ചറിന് സഹായകമാകുക എന്നുള്ളതിനെ കുറിച്ച് റൈറ്റപ്പാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. The pain you feel today is the strength you have tomorrow is a very true of Zina Mlop. Her mother wanted her to be a teacher or a nurse, but she had a different idea about her career. Her mother was so angry that she said all the money spent on Mlop's education was a waste. After completing matriculation, Mlop went to Orange Grove, a suburb of Johannesburg, and she lived with her sister who was a domestic worker in a white family. Her sister had a back room which Mlop shared without letting the owners of the house know about it. Mlop had to leave her room very early in the morning and return with her sister at 6:30 when the white family members took their supper.
Mlop could not even use the light in the early mornings when it was dark. When she got a job, she left the room before 5:30 in the morning, but the bus to her workplace was only at 7:30. So she spent about 2 hours every day in a public toilet. She sat on the toilet seat and read various things, and she even wrote sitting there. She then became a world-renowned writer. The pain she felt when she was young proved to be her strength for her future. I am sure if we are willing to undertake suffering, our struggles will shape our future too. അടുത്തത് Mlop has a conversation with her sister on the horrifying experience of encounter with the dogs. Write the likely conversation. അപ്പോൾ ഈ കഥയിൽ ഈ നറേറ്റർ ഒരു രണ്ട് ഡോഗ്സിൻ്റെ മുന്നിൽ പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് സിസ്റ്ററിനോട് വിവരിക്കുന്ന കോൺവെർസേഷനാണ്. ഐറീൻ ആണ് സിസ്റ്റർ കേട്ടോ. ഐറീൻ, വാട്ട് ആർ യു ഡൂയിങ് ഓൺ ദ സ്ട്രീറ്റ്? നീ സ്ട്രീറ്റിൽ എന്ത് ചെയ്യാണ്? അപ്പോൾ സീന മ്ലോപ്പ് എന്നാണ് അവരുടെ പേര്. അവർ പറയണം, ഓ നോ, സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻഡ്. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ ഐറീൻ, വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിച്ചു? സീന, സിസ്റ്റർ, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ പാർക്ക് അൺടിൽ 6:30, ബട്ട് സിൻസ് ഐ ഡിഡ് നോട്ട് സീ യു, ഐ തോട്ട് യു ഹാഡ് ഗോൺ ടു യുവർ റൂം. സോ ഐ വെന്റ് ദർ, ബട്ട് ദ റൂം വാസ് ലോക്ക്ഡ്. സോ ഐ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റൂം ഇൻ എ കോർണർ റീഡിങ് എ കോപ്പി ഓഫ് ദ ഡ്രം മാഗസീൻ. പറയും, ഞാൻ കുറേ നേരം 6:30 മുതൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, അല്ല 6:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ റൂമിലേക്ക് പോയിട്ടുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് പോയി. പക്ഷെ റൂം ലോക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു ഡ്രം മാഗസീനിൻ്റെ കോപ്പി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഐറീൻ ചോദിക്കും, ദെൻ പിന്നീട് എന്ത് സംഭവിച്ചു? സീന പറയും, two dogs were playing in front of me and suddenly they saw me. They looked surprised. I too was surprised. They began to bark. Hearing the sound, Madam came out to investigate why the dogs were barking. She called out loudly, Irene, but I could not answer. Neither could I move. I knew if I moved the dogs would tear me into pieces. Then Madam came near me and asked me when I had come. Okay, അപ്പോൾ എന്താ പറയുന്നത്, രണ്ട് നായകൾ ഡോഗ്സ് എൻ്റെ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരെന്നെ കാണാനിടയായി. അവരും സർപ്രൈസ്ഡായി, ഞാനും സർപ്രൈസ്ഡായി. പെട്ടെന്ന് അവർ കുരയ്ക്കാൻ തുടങ്ങി. ഈ സൗണ്ട് കേട്ടിട്ട് മാഡം ഐറീൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടെ നിന്ന് മൂവ് ചെയ്യാനും പറ്റിയില്ല. അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നായ്ക്കൾ എന്നെ കടിക്കില്ലേ? അതുകൊണ്ട് അങ്ങനെ മാഡം വന്നു. മാഡം വന്നിട്ട് എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഐറീൻ പറയും, ഓ മൈ ഗോഡ്, വാട്ട് ഡിഡ് യു സേ? അയ്യോ ദൈവമേ, നീ എന്ത് പറഞ്ഞു? അപ്പോൾ സീന, ഐ സെഡ് ദാറ്റ് ഐ ഹാഡ് കം ടു മീറ്റ് യു ബട്ട് യു വർ നോട്ട് ദർ. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്, നിങ്ങൾ അവിടെ ഇല്ല എന്ന് പറയും ഐറീൻ. ആൻഡ് ദെൻ പിന്നീട് എന്ത് സംഭവിച്ചു? സീന, മാഡം ടോൾഡ് മീ ദാറ്റ് ഐ ഷുഡ് ഗോ ഹോം ആൻഡ് ഷീ വുഡ് ടെൽ യു ദാറ്റ് ഐ ഹാഡ് വാണ്ടഡ് ടു സീ യു. ദാറ്റ് ഈസ് വൈ ഐ ആം ഹിയർ ഓൺ ദ സ്ട്രീറ്റ്. മാഡം പറഞ്ഞു, ഇപ്പം നീ വീട്ടിലേക്ക് പോയിക്കോളൂ, ഐറീൻ വരുന്ന സമയത്ത് ഞാൻ പറയാം നീ വന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രീറ്റിൽ നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ ഐറീൻ പറയും, ഓക്കെ ബി കൂൾ, ലെറ്റ് മീ സീ. ശരി, ഓക്കെ, കൂളാവും, നമുക്ക് നോക്കാം, ഞാൻ നോക്കട്ടെ. അപ്പോൾ സീന, ഓക്കെ. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ. ഇത് നിങ്ങൾക്ക് ചെറുതാക്കാം വലുതാക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് മാറ്റം വരുത്താം കേട്ടോ. അതിൽ നമ്മൾ ആ ഡോഗ്സിൻ്റെ ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണതാണ് ഇതിൽ വരുന്ന മെയിൻ കണ്ടൻറ്റ്. അത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.